പയ്യന്നൂർ LIC ജംഗ്ഷനിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ജനജീവിതം ദുസ്സഹമാക്കുന്നു. അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകാത്തതിനെ തുടർന്ന് ഇവിടെ ട്രാഫിക് നിയന്ത്രിക്കാൻ ബസ് കണ്ടക്ടർമാർ തന്നെ റോഡിലിറങ്ങേണ്ട അവസ്ഥയിലാണ്. യാത്രക്കാരെ കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്തിക്കേണ്ട ഉത്തരവാദിത്വമുള്ളതിനാൽ ടിക്കറ്റ് നൽകുന്നതോടൊപ്പം റോഡിലിറങ്ങി ഗതാഗതക്കുരുക്കഴിക്കാൻ പാടുപെടുകയാണ് ജീവനക്കാർ. ഇവിടെ കുരുക്കിൽപ്പെട്ട് സമയം നഷ്ടപ്പെടുന്നതോടെ പിന്നീട് കൃത്യസമയം പാലിക്കാൻ ബസ്സുകൾക്ക് മരണപ്പാച്ചിൽ നടത്തേണ്ടി വരുന്നു. ഒരു ബസ് കടന്നുപോയാൽ തൊട്ടു പിന്നാലെ എത്തുന്ന ബസ്സുകളിലെ ജീവനക്കാരാണ് പിന്നീട് ട്രാഫിക് നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. ചില സമയങ്ങളിൽ ഓട്ടോ ഡ്രൈവർമാരും വഴിപോക്കരും ഇവർക്ക് സഹായവുമായി എത്താറുണ്ട്. എന്നാൽ ഈ സമയത്തൊന്നും ഇതൊന്നും ശ്രദ്ധിക്കാതെ നിയമപാലകർ വാഹനങ്ങളിൽ കടന്നുപോകുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. റോഡിലിറങ്ങുന്ന വാഹന ഡ്രൈവർമാരുടെ മാന്യതയില്ലായ്മയും വകതിരിവില്ലാത്ത ഡ്രൈവിംഗുമാണ് കുരുക്ക് ഇത്രത്തോളം വഷളാക്കുന്നത്. ഒരു വാഹനം കടന്നുപോകാൻ സൗകര്യം നൽകിയാൽ തീരാവുന്ന പ്രശ്നമേ പലപ്പോഴും ഉള്ളുവെങ്കിലും ഡ്രൈവർമാരുടെ അനാവശ്യ ധൃതി സ്ഥിതി സങ്കീർണമാക്കുന്നു. റോഡിൽ ചെറിയ ഇടവഴി കിട്ടിയാൽ അതിലൂടെ കയറി കുരുക്കുകൂട്ടുന്ന ഇരുചക്ര വാഹനയാത്രക്കാരുമുണ്ട്. ഓട്ടോകളും കാറുകളും തെറ്റായ ദിശയിലൂടെ വന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്നുമുണ്ട്. നഗരസഭ ട്രാഫിക് കമ്മിറ്റി യോഗം ചേർന്ന് വലിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിക്കാറുണ്ടെങ്കിലും വാഹനമോടിക്കുന്നവരുടെ സഹകരണമില്ലായ്മ കാരണം ഇതെല്ലാം പരാജയപ്പെടുകയാണ് പതിവ്. ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരാത്തിടത്തോളം ഇനി പുതിയ ആകാശപാത വന്നാൽ പോലും പയ്യന്നൂരിലെ അഴിയാക്കുരുക്കിന് പരിഹാരമുണ്ടാകില്ല. നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിൽ അടിയന്തരമായി ട്രാഫിക് പോലീസിനെയോ ഹോംഗാർഡിനെയോ നിയമിക്കണമെന്നും നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.